KSRTCയിലേക്ക് പുതിയ ബസ്സുകൾ വാങ്ങാൻ ടെക്നിക്കൽ കമ്മിറ്റിയെ ഉടൻ രൂപീകരിക്കും. എഞ്ചിനീയറിംഗ് കോളേജിലെ അധ്യാപകരുൾപ്പെടെ വിദഗ്ധർ അടങ്ങുന്നതാണ് കമ്മിറ്റി. ഒക്ടോബറിൽ 15 വർഷം പൂർത്തിയാക്കിയ 1400 KSRTC ബസ്സുകളാണ് പൊളിക്കാൻ പോകുന്നത്. 15 വർഷം പൂർത്തിയാക്കിയ 80 ബസ്സുകൾ രജിസ്ട്രേഷൻ പുതുക്കാതെ KSRTC ഗ്യാരേജിൽ കിടക്കുകയാണ്. ഒക്ടോബർ ആവുമ്പോൾ ഈ സംഖ്യ 1400-ലെത്തും. ബസ്സുകൾ പൊളിക്കാൻ തന്നെയാണ് കോർപ്പറേഷന്റെ തീരുമാനം. സമയബന്ധിതമായി പുതിയ ബസ്സുകൾ വാങ്ങാൻ ഈ സാമ്പത്തിക വർഷത്തെ പ്ലാൻ ഫണ്ടിൽ നിന്ന് തുക നൽകും. ഇതിനോടൊപ്പം തിരുവനന്തപുരം കോഴിക്കോട് റൂട്ടിലേക്ക് പുതിയ ഡീസൽ 4 സിലിണ്ടർ AC ബസ്സുകൾ വാങ്ങുന്നുണ്ട്. ടെക്നിക്കൽ കമ്മിറ്റിയെ രൂപീകരിച്ച് വിശദ പഠനം നടത്തി കമ്മിറ്റിയുടെ ശുപാർശയുടെ അടിസ്ഥാനത്തിലെ ബസ് വാങ്ങുകയുള്ളൂ എന്ന് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ പറഞ്ഞു. ടെക്നിക്കൽ കമ്മിറ്റി രൂപീകരിക്കുന്നുണ്ട്. എഞ്ചിനീയറിംഗ് കോളേജിലെ വിദഗ്ധർ, പിന്നെ മോട്ടോർ വാഹന വകുപ്പിലെ വിദഗ്ധർ, KSRTCയിലെ എഞ്ചിനീയർമാർ, ഇവരെല്ലാം കൂടെ വെച്ചിട്ട് അതിനൊരു മാനദണ്ഡം തീരുമാനിച്ചിട്ടുണ്ട്. അത് വെച്ചിട്ട് നമ്മൾ എല്ലാ ബസ്സും അതിൻ്റെ വില, അതിൻ്റെ ഫ്യൂവൽ കൺസംഷൻ, അതിൻ്റെ മെയിൻ്റനൻസ്, ആനുവൽ മെയിൻ്റനൻസ് കോൺട്രാക്റ്റ് അങ്ങനെ വിശദമായി പഠിച്ചിട്ട് അവർ തരുന്ന റെക്കമെൻഡേഷൻ അനുസരിച്ചായിരിക്കും വണ്ടി വാങ്ങുന്നത്. സ്വിഫ്റ്റിലേക്ക് വാങ്ങിയ 131 സൂപ്പർഫാസ്റ്റ് ഡീസൽ ബസ്സുകളിൽ 111 ഇനി വരാനുണ്ട്. തിരുവനന്തപുരം നഗരത്തിലെ സർക്കുലർ സർവീസിനായി സ്മാർട്ട് സിറ്റി പദ്ധതി വഴി വാങ്ങിയ 20 ബസ്സുകളുടെ ഉദ്ഘാടനം ഉടനുണ്ടാകും. 13 ബസ്സുകൾ കൂടി വന്നിട്ടുണ്ട്. ബാക്കി 20 വരും മാസങ്ങളിൽ തലസ്ഥാനത്തെത്തും. RB സനു, മീഡിയ 1, തിരുവനന്തപുരം.